ഇടതുപക്ഷ മേലങ്കി അണിഞ്ഞ് നടക്കുന്നവർ ബ്രൂവറിക്ക് അനുകൂലമായ തീരുമാനമെടുക്കരുതെന്ന് കെ രമ MLA. പ്ലാച്ചിമട സമരനായിക മൈലമ്മയുടെ അനുസ്മരണവും പുരസ്കാര സമർപ്പണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MLA. പാലക്കാട് തന്നെ ബ്രൂവറി തുടങ്ങുന്നതിന് പിന്നിൽ ചില പ്രത്യേക അജണ്ടകളുണ്ടെന്ന് കെ രമ MLA പറഞ്ഞു. തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ AP നസീമയ്ക്ക് കെ രമ മൈലമ്മ പുരസ്കാരം സമ്മാനിച്ചു. PV ചന്ദ്രൻ പ്രശസ്തി പത്രം കൈമാറി. KP കേശവമേനോൻ ഹാളിൽ നടന്ന ചടങ്ങിൽ മൈലമ്മ ഫൗണ്ടേഷൻ ചെയർമാൻ രാമദാസ് കതിരൂർ അധ്യക്ഷത വഹിച്ചു. പാലക്കാട് ബ്രൂവറി തുടങ്ങാനുള്ള നീക്കത്തിനെതിരെ നടക്കുന്ന സമരങ്ങൾക്ക് മൈലമ്മ ഫൗണ്ടേഷൻ എല്ലാ പിന്തുണയും നൽകുന്നതായി അദ്ദേഹം പ്രഖ്യാപിച്ചു. ജനകീയ ഭരണകൂടം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുമെങ്കിലും അവരെന്ത് ന്യായീകരണം പറഞ്ഞാലും നമ്മുടെ ഭൂഗർഭ ജലത്തെ ഊറ്റിയെടുത്തുകൊണ്ട് കർഷകരുടെ കാർഷിക മേഖലയെ തകർത്തുകൊണ്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത ഒരു സാമൂഹ്യ അവസ്ഥ ഉണ്ടാക്കുന്ന ജലചൂഷണത്തിന്റെയും പ്രതീകമായി മാറാൻ സാധ്യതയുള്ള പുതിയ ബ്രൂവറി ഡിസ്റ്റിലറിക്കെതിരെയുള്ള തദ്ദേശവാസികൾ സമരങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയാണ്. ആ സമരത്തിൽ മൈലമ്മ ഫൗണ്ടേഷൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു സന്ദേശം മൈലമ്മയുടെ അനുസ്മരണ വേദിയിൽ വെച്ച് ഞങ്ങൾ പ്രഖ്യാപിക്കാൻ അറിയിക്കുകയാണ്. മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ P അനിൽ, പരിസ്ഥിതി പ്രവർത്തക സുമ പള്ളിപ്രം എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഡോക്ടർ കായംകുളം യൂനുസ്, UK കുമാരൻ, മാരിയപ്പൻ നീലിപ്പാറ, ഡോക്ടർ K മൊയ്തു, ശിവദാസൻ പുല്ലാഞ്ഞോളി, ആറുമുഖൻ പത്തിച്ചിറ, സൗമി മട്ടന്നൂർ, MK ശശീന്ദ്രൻ, പള്ളിയൻ പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.